മുതിർന്ന മാധ്യമപ്രവർത്തകൻ സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി നമുക്ക് ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഏതായാലും 10,000 കോടിയുടെ കപ്പൽ കഥ പൊളിഞ്ഞു. ഈ ശരിയായ വസ്തുതകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാർ ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഭാഗമായി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു പോർട്ടിൽ. അതിന് പണം മുടക്കുന്നത് ആ പദ്ധതിയുടെ പങ്കാളികളെന്ന് പറഞ്ഞാൽ ടാറ്റയുടെ തന്നെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയും മലബാർ സിമൻസുമാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആ പ്രവൃത്തികളോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തെയാണ് VD സതീശൻ മുഖ്യമന്ത്രി ടാറ്റയുമായി ചേർന്നുള്ള കപ്പൽ നിർമ്മാണ സംരംഭം എന്ന് പറയുകയും ചെയ്തത്. 500 കോടി 10,000 കോടിയാകുന്നു, ബോട്ടെന്നുള്ളത് കപ്പലാകുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ പിന്നെയുണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ പദ്ധതിയെ സ്വന്തം പദ്ധതിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് നുണയെന്നോ നുണകളുടെ തമ്പുരാനല്ല എമ്പുരാൻ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം അല്ല. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കപ്പൽ നിർമ്മാണശാല ഓൾറെഡി 1971 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കൊച്ചി കപ്പൽ നിർമ്മാണശാല നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ വൻകിട കപ്പലുകൾ നിർമ്മിക്കുന്ന ഒരു കപ്പൽ നിർമ്മാണശാല ഇനി സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഇല്ല എന്ന് നമുക്ക് ഏകദേശം പറയാൻ കഴിയും. ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ഇപ്പോ കൊച്ചിയിൽ ഓൾറെഡി ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ട്, നമുക്കറിയാം. പിന്നെ വിഴിഞ്ഞത്തോട് ചേർന്നാണ് ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് നമുക്ക് പറയാറുണ്ട്. പക്ഷേ അവിടെ ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു അടിസ്ഥാന പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഒരു പോർട്ട് എന്ന് പറയുന്നത് കൊച്ചി തുറമുഖം പോലെയുള്ള ഒരു ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു പോർട്ടല്ല. അത് തീരപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഴമേറിയ സ്ഥലത്ത് ഒരു ടെർമിനൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു സ്കോപ്പ് കേരളത്തിൽ താരതമ്യേന കുറവാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഏതോ ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആരോ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊന്നും പ്രോപ്പർ അല്ല. അത് കൃത്യമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലോ വളരെ നിലവാരത്തിലോ ഭൗതിക തലത്തിലോ ഉയർന്നു നിൽക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലെത്തുന്നില്ല. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അത് തന്നെ സ്വയം ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്നതിന് പകരം ചില ആളുകൾ ഇങ്ങനെ ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF ഭരണകാലത്ത് ഒപ്പിട്ടിരിക്കുന്ന ബോട്ട് ഉൾപ്പെടെയുള്ള യാനങ്ങൾ നിർമ്മിക്കുന്ന ഇത് നമ്മൾ മനസ്സിലാക്കണം. കപ്പലും ഇത്തരം കപ്പലുകളും ബോട്ടുകളും ഒക്കെ അടക്കമുള്ള യാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഒരു ബോട്ട് വലിയ തോതിലുള്ള വെസലുകൾ ഇടത്തരം വെസലുകൾ നിർമ്മിക്കുന്നതിന് സ്കോപ്പ് കേരളത്തിലുണ്ട്. പല സ്ഥലത്തും അത് സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ തന്നെ ചെറുകിട വെസലുകൾ നിർമ്മിക്കുന്ന യാട്ടുകളൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും അല്ലേ? യാട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് അതും കപ്പലും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ടാറ്റ പോലുള്ള ഒരു കമ്പനി ഇത്തരത്തിലുള്ള ഇത്രയും വലിയ നൂറ്റാണ്ടുകളുടെ ട്രാക്ക് റെക്കോർഡുള്ളൊരു വിശ്വസ്തമായ ഒരു കമ്പനിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ കമ്പനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിലേക്ക് വരും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സൂചനയുമില്ല. മാത്രമല്ല അവരുടെ പാരമ്പര്യത്തിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് അവരുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എപ്പോഴെങ്കിലും ആയിട്ട് നമുക്ക് ഒരു സൂചന പോലും ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത വന്ന ഉടനെ തന്നെ കാറ്റഗോറിക്കലി അവർ ഡിനൈ ചെയ്യാണ്. ഇങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ വമ്പൻ മുതൽ മുടക്ക് ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആലോചിക്കുന്നില്ല എന്നും അവർ കൃത്യമായി തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത അത് പൊതുജന സമക്ഷമാണ് ഇത് പറയുന്നത്. ഇത്ര വലിയൊരു പ്രോജക്റ്റ് ജോർജ് ഓഫ് ഇതിനകത്ത് ഒരു പ്രശ്നം ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ്. ലോകത്ത് തന്നെ ക്രെഡിബിലിറ്റി ഉള്ള വലിയ സ്ഥാപനങ്ങൾ എന്നാണ് ടാറ്റ. അവിടെയാണ് ഒട്ടും ക്രെഡിബിൾ ഇല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് കൂടി അപമാനമാണ്. അത് മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ് VD സതീശൻ. അതെ സിജു, അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നം. കാരണം ടാറ്റ എന്ന് പറയുന്ന ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ആഗോളതലത്തിൽ തന്നെ. അതായത് 200-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തുടർച്ചയായി നിലനിന്നു പോരുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്.
ആ ടാറ്റയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അവർ പ്രവർത്തിക്കുന്ന മേഖലകൾ നിരവധിയുണ്ട്. ഓട്ടോമോട്ടീവ് നിർമ്മാണം മുതൽ സ്റ്റീൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ കമ്പനികൾ, വാഹന നിർമ്മാതാക്കൾ, അങ്ങനെ എസ്റ്റേറ്റുകൾ, അങ്ങനെയുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഏരിയയിൽ അവരുടെ നിക്ഷേപം ഇന്ത്യയിലുണ്ട്. പക്ഷെ അവരൊരിക്കലും ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു തുറമുഖ ഓപ്പറേഷനിൽ വരുന്നതായിട്ടോ ഉള്ള ഒരു സൂചനയോ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളെവിടെയും നാളിതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്.